ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ നെയ്ച്ചോറ്? ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി ഇതിനായിട്ടൊക്കെ നന്നായി ചേരും. ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ വീക്കെൻഡ് ഉഷാറായി. ഇപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുണ്ടാക്കുന്ന യൂറ്റൻസിൽ അല്ലെങ്കിൽ പാത്രം ഇതാണ്. നല്ല അടച്ചുറപ്പുള്ള ടൈറ്റ് ഫിറ്റിംഗ് ലിഡുള്ള പാത്രമായിരിക്കണം. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ തെർമൽ കുക്കർ വളരെ കോമൺ ആണ്. തെർമൽ കുക്കറിൽ ഉണ്ടാക്കിയാൽ നല്ല രസമുള്ള നെയ്ച്ചോറ് കിട്ടും. മണിമണിയായിട്ട് ആ ചോറൊന്നും ഉടഞ്ഞ് ഒട്ടിപ്പിടിക്കാത്ത നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാം. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് റൈസ് കുക്കറാണ്. റൈസ് കുക്കറാകുമ്പോൾ അതിൻ്റെ വെള്ളവും അതിൻ്റെ ടൈമിങ്ങും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് അത് പെർഫെക്റ്റ് നല്ല നെയ്ച്ചോറ് കിട്ടും. ഈ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണ്ട, ചോറ് വെന്തോ വെള്ളം വറ്റിയോ നല്ല രസമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം നെയ്ച്ചോറിന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പ് കയറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ റൈസ് കുക്കറിലാണ് ഈ കാണിക്കുന്നത്. പക്ഷെ വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ റൈസ് കുക്കറിലേക്ക് സാധാരണ ഒരു നല്ല അടച്ചുറപ്പുള്ളൊരു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല ടൈറ്റ് ഫിറ്റിംഗ് ലിഡുള്ള ഒരു പാത്രം ഉപയോഗിച്ചാലും മതി. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് 240 ml ആണ്. 2 കപ്പ് ബാസ്മതി അല്ലെങ്കിൽ നല്ല ഇനം ബിരിയാണി അരി, 4 കപ്പ് വെള്ളം, 2 ടേബിൾ സ്പൂൺ നെയ്യ് ചോറിന് വേണ്ടി, പിന്നെ 4 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് നമ്മുടെ കാഷ്നട്ട്സും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്യാനും വേണ്ടി വേണം. 1.5 ടീസ്പൂൺ ഉപ്പ്, 8 ഗ്രാമ്പൂ, 8 ഏലക്ക, 4 ചെറിയ കഷ്ണം കറുകപ്പട്ട, തക്കോലത്തിൻ്റെ ഒരു 1/4 ഭാഗം, ഒരു സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി അല്ലെങ്കിൽ വളരെ കുറച്ച് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി. ഇതൊരു ഫ്ലേവർ ബൂസ്റ്ററാണ് നെയ്ച്ചോറിന്. കുറച്ച് നാരങ്ങ നീര്, പിന്നെ പൊരിച്ചിടുവാൻ വേണ്ടി നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞ ഉള്ളി അല്ലെങ്കിൽ സവാള, കാഷ്നട്ട്സും കിസ്മിസും വേണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ബാസ്മതി അരി നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം 5 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഡ്രെയിൻ ചെയ്ത് ഒരു അല്പസമയം മാറ്റി വെക്കണം. ഒരു 20 മിനിറ്റെങ്കിലും അത് ഡ്രെയിൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോകണം. ഇപ്പോൾ റൈസ് കുക്കർ ആകുമ്പോൾ കുക്കർ സെറ്റിംഗ് അല്ലെങ്കിൽ കുക്ക് മോഡിൽ ഇട്ടിട്ട് നമുക്കതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത്, നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് ആ ഹോൾ സ്പൈസസ് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ആ വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി നെയ്ച്ചോറിന് ഒരു സീക്രട്ടാണ്. ഒരു ശകലം വെളുത്തുള്ളി മിൻസ്ഡായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ബൂസ്റ്ററാണ്. നെയ്ച്ചോറ് തീർച്ചയായിട്ടും ഒന്നും കൂടി നന്നാവും. വെളുത്തുള്ളി കളർ മാറി ബ്രൗൺ ഒന്നും ആവാതെ ശ്രദ്ധിക്കണം. കളർ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സവാള നേരിയതായിട്ട് അരിഞ്ഞത് ഇപ്പോൾ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി കിട്ടണം. റൈസ് കുക്കർ ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ലിഡ് അടച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുക്കർ മോഡിൽ നിന്ന് വോം സെറ്റിങ്ങിലേക്ക് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും സവാള സോഫ്റ്റ് ആവും. ഇപ്പോൾ സാധാരണ ഒരു പാത്രമാണെങ്കിൽ ഇതുപോലെ തന്നെ വളരെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം. അത് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി പിന്നെയും മൂടി വെച്ച്, കാരണം നമുക്ക് ആവിയും വേണം ഈ ചെറിയ തീയും വേണം. അങ്ങനെ വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സവാളയുടെ കളർ ബ്രൗൺ ആയി പോകരുത്. ജസ്റ്റ് സോഫ്റ്റായിട്ടൊരു ചെറുതായിട്ട് കളർ മാറാൻ പാടുള്ളൂ. സവാള ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ റിസൾട്ടിങ് കളറ് ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇവിടെ റൈസ് കുക്കർ വോം സെറ്റിങ്ങിലേക്ക് മാറിയതിന് ശേഷം ഞാൻ പവർ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിനുശേഷം തിരിച്ച് ഓൺ ആക്കിയിട്ട് കുക്ക് മോഡിലേക്ക് വീണ്ടും വെച്ചിട്ട് ഈ സവാള പിന്നെയും ആ എണ്ണ ഒന്നും ഇങ്ങനെ തിളച്ച് തുടങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സാധാരണ പോട്ടാണെങ്കിൽ ഇതൊന്നും കാത്തിരിക്കണ്ട. നമ്മൾ ആ 20 മിനിറ്റ് ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇപ്പോൾ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കണം. ആ അരി മുഴുവൻ നന്നായി ചൂടായി കിട്ടണം. ഇപ്പോഴും നമുക്ക് തീയൊന്നും കൂട്ടണ്ട, ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് അതൊന്ന് ഇളക്കി നല്ല അരിയൊക്കെ നല്ല ഗ്ലോസി ആയിട്ട് കിട്ടണം. വീണ്ടും ഞാൻ റൈസ് കുക്കർ ഓഫാക്കിയിട്ട് വോം സെറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടി
വെച്ചേക്കണം. ഇത് ആ അരിയൊക്കെ ചൂടായി കിട്ടാൻ വേണ്ടിയാണ്. സാധാരണ പാത്രമാണെങ്കിലും മൂടി വെച്ച് അല്പസമയം കാത്തു നിന്നാൽ മതി. ആ അരിയൊക്കെ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇനി മൂടി തുറന്നിട്ട് പറഞ്ഞിരിക്കുന്ന അളവിൽ വെള്ളം ചേർക്കണം. ഇതിപ്പോൾ ഒരു 2 കപ്പ് ബസ്മതി അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതൊരു 4 പേർക്കുള്ള നെയ്ച്ചോറുണ്ടാവും. ഇതിലേക്ക് ഉപ്പും പിന്നെ ശകലം നാരങ്ങാനീരും കൂടി ചേർക്കണം. നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ നെയ്ച്ചോറ് നല്ല വെളുത്ത കളറുണ്ടാവും, മങ്ങിപ്പോകില്ല. ഒരു മഞ്ഞപ്പ് വരും ഇടയ്ക്ക് നെയ്ച്ചോറിന്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ നാരങ്ങാനീര് ചേർക്കുന്നത്. ഇനി റൈസ് കുക്കർ ആകുമ്പോൾ നമുക്കതിൻ്റെ മൂടി അടച്ചാൽ മതി. കുക്കർ മോഡിൽ തന്നെ അതിൻ്റെ വാം സെറ്റിങ്ങിലാവണ വരെ കാത്തിരുന്നാൽ മതി. ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. സാധാരണ പാത്രമാണെങ്കിൽ മീഡിയം തീയിൽ വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുക. അതിനുശേഷം മൂടി നല്ല ടൈറ്റാക്കി മൂടി വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ ബാക്കി സമയം കുക്ക് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കിയാൽ മതി. ആ പകുതി ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി പകുതിയായി തോന്നുന്ന സമയത്ത്. അതിന് ശേഷം നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉടഞ്ഞു പോവും. സൗണ്ട് ശ്രദ്ധിച്ചാൽ മതി. അടിയിൽ ഇങ്ങനെ ഒരു ക്രാക്ലിംഗ് സൗണ്ട് അല്ലെങ്കിൽ ഒരു പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം അടിയിൽ നിന്ന് വെള്ളം തീർന്നു തുടങ്ങിയെന്നാണ്. അപ്പോൾ നമുക്കത് ഓഫാക്കി കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ റൈസ് കുക്കർ ആകുമ്പോൾ ഇത് വാം സെറ്റിങ്ങിലായതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് മണിമണിയായിട്ട് നല്ല വിട്ടിരിക്കുന്ന നല്ല നെയ്ച്ചോറായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഗ്രാമ്പു ഇലക്കൊക്കെ എടുത്ത് ഒന്ന് കോരി മാറ്റും. കാരണം ആർക്കും അതിൽ കടിച്ചു വെക്കാനൊന്നും ഇഷ്ടമില്ല. എന്നാലും ഇതൊന്നും ഇല്ലാണ്ട് എന്ത് നെയ്ച്ചോറ് അല്ലേ. അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയതിനു ശേഷം വേഗം ഒരു ഫോർക്ക് എടുത്തിട്ട് അതൊന്നും താഴ്ത്തുനിന്ന് പതുക്കനെ ജെൻറ്റിലായിട്ട് ഫ്ലഫ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇരുന്ന് ഉറച്ചു പോകും ആ ചോറ്. വേഗം ഒന്ന് ഫ്ലഫ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ മൂടി വെക്കാം വിളമ്പാൻ സമയമാവണ വരെ. അപ്പം നല്ല രസമുള്ള നെയ്ച്ചോറ്, ബീഫ് കറി, മട്ടൻ കറി, ചിക്കൻ കറി ഇതിനായിട്ടൊക്കെ നന്നായി ചേരുന്ന നെയ്ച്ചോറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തേർമൽ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. വെള്ളം തിളച്ചതിന് ശേഷം തേർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തേർമൽ കുക്കർ തുറക്കുമ്പോൾ നല്ല നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആ ബാക്കിയുള്ള നെയ്യിൽ കാഷ്നട്ട്സും സവാളയും കിസ്മിസും പൊരിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതിനോടൊപ്പം കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ചേർത്താൽ നല്ലൊരു പച്ചപ്പും ഒരു ഫ്രഷ്നെസ്സും കിട്ടും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ബീഫ് കറിയോ എൻ്റെ ചിക്കൻ കറിയോ കൂട്ടി ഈ നെയ്ച്ചോറ് റെസിപ്പിയും കൂടി ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ വിവരം അറിയിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിവരം അറിയിക്കുക. കമൻറ്റ് സെക്ഷനിൽ ഫോട്ടോയും അയക്കാൻ മറക്കരുത്. അപ്പം അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.